ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീട്, അതും കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടിയാണ്. മാത്രമല്ല തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും ചാർട്ടർ സ്കൂളും വളരെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 300 മീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ എടപ്പള്ളി, ആലുവ, തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അങ്ങനെ ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റ് 450 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തുള്ളത്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് തന്നെ കയറുവാണ്. ഈസി ആയിട്ടൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പോർച്ചിനകത്ത് പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്ത് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിന് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പോർച്ചിലാണെങ്കിൽ കൂടി ഈ ഭാഗത്തും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന് കിണർ വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. കിണറിനകത്ത് മോട്ടർ കിടക്കുകയാണ്, കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം ഇവിടെയും സെറ്റ് ബാക്ക് ഉള്ളതുകൊണ്ട് തന്നെ നടക്കാനുള്ള സ്പേസ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഇതിന് കൊടുത്തുള്ളത്. 3 ചെയർ നമുക്ക് ഈസി ആയിട്ട് ഇടാനുള്ള സ്പേസ് ഫ്രണ്ടിലുണ്ട്. കൂടാതെ ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തുള്ളത്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ടിനകത്തായിട്ട് ഫാസി അല്ലെങ്കിൽ LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. കിഴക്ക് ഫേസ് ചെയ്യുന്ന വീട് 2 പീസ് ഡോറാണ് ഇതിന് വന്നുള്ളത്. അതും വെർട്ടിക്കലായിട്ടുള്ളൊരു ഡിസൈനോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. ഇത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റൊക്കെ കൊണ്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. മറുവശത്തായിട്ട് നല്ലൊരു വുഡിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് TV സ്പേസ് ഒരുക്കിയിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതിന് സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെയർ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മോപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. സിറയുടെ ഒരു വാഷ് ബേസിന് വരാനുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ, ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൈഡ് വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു വാഷ് കൗണ്ടർ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൽ ഷേപ്പിൽ ഇതിനെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കാൻ നാനോ വൈറ്റ് ആണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 പവർ പോയിന്റ് യൂണിറ്റുകളോളം ഇവിടെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ കിച്ചൺ അത്രയും കൺജസ്റ്റ് ആവാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഓപ്പൺ കൗണ്ടർ ആണെന്ന് പറഞ്ഞു ഞാനിവിടെ. അപ്പം ഈ കൗണ്ടറിന് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം ചെയ്തിരിക്കുന്ന ഡോറ് വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെയും സ്പേസ് ഉണ്ട്. ചെറിയൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയിലുമാണ്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ്, ഈ ഭാഗം വരുന്നത് സൗത്ത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇങ്ങനെ ഒരു മിററോട് കൂടി തന്നെ ഇതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഭിത്തിയിൽ ഹാങ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സറയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്.
പിന്നെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ് വന്നുള്ളത്. ടവൽ റാഡും സോപ്പ് ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ മേലെയായിട്ട് വിരിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് കൊടുത്തിരിക്കുന്ന ഡോറ് തന്നെയാണെന്നുണ്ടെങ്കിലും പ്ലെയിൻ ഡോറാണ്, പ്ലെയിൻ ഡിസൈനിലുള്ള ഡോറാണ് ഇവിടെ ഉള്ളത്. അതും ഫൈബർ ഡോർ തന്നെ. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിട്ടാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. 4-വേ ലൈറ്റൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നേരെ മേലേക്ക് കയറി വരാം. അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇതിന് മേലെയും ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പെർഗോളാസ് വരുന്നുണ്ട്, ഗ്ലാസ് വർക്കും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് TV സ്പേസ് കിട്ടിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്, മേലെയും സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് TV വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പർ ലിവിംഗ് ആണ്. ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് സൗത്ത് സൈഡ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. 4 പാളി ജനലും 3 പാളി ജനലുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിന് കബോർഡ് വന്നുള്ളത്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ മിറർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. വെസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്, മേലെ ഫാസ്റ്റ് സീലിംഗ് വർക്ക്, LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കബോർഡും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് പോകാം. യൂട്ടിലിറ്റി ഏരിയ സ്പേഷ്യസ് ആയുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അതിനെ ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിലും കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ട് തന്നെയാണ് സൈഡ് വശങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സൈഡ് വശങ്ങളെല്ലാം സ്ക്വയർ ട്യൂബിൽ തന്നെ മറയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷികളൊന്നും കടക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാനായിട്ട് ലാഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെ ഷീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ടല്ല, നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. അതിവിശാലമായുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. 3-4 ചെയറിതാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഊഞ്ഞാൽ വരെ കൊടുക്കാനുള്ള സ്പേസോട് കൂടിയ നല്ലൊരു ബാൽക്കണിയും കൂടിയാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അതും കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട്, പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട്, കിഴക്കമ്പലം പഞ്ചായത്തിനോട് വളരെ അടുത്തായിട്ട്, ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ 3 സെൻറ്റ് 450 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. പ്ലസ് വരുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ്. ഭംഗിയായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 55 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.